അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അൻസാരി സുഹരി എന്നറിയപ്പെടുന്ന മുസ്ലിയാർ, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. AP സമസ്തയിലെ പണ്ഡിതനാണ്, പ്രഭാഷകനാണ്. പല വിഷയങ്ങളിലും അദ്ദേഹം വളരെ രസകരമായി മറുപടിയൊക്കെ പറയുന്ന, വിശദീകരണമൊക്കെ നടത്തുന്ന പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പുതുതായി നടത്തിയ ഒരു സംസാരം, മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണം വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ സംസാരം കേട്ടപ്പോൾ അതിനൊരു പ്രതികരണം നടത്താം എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പല വീഡിയോകളും കാണുന്ന ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഈ സംസാരം കേട്ടപ്പോൾ എനിക്ക് ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. ആരുടെയൊക്കെയോ സമ്മർദ്ദത്താലാണ് അദ്ദേഹം ഈ ഒരു വീഡിയോ ഇറക്കിയത് എന്ന്. കാരണം സമസ്തക്കുള്ളിൽ തന്നെയുള്ള പല മുസ്ലിയാക്കന്മാരും ആത്മീയ ചൂഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇസ്ലാമിന്റെ പേരിൽ പല കള്ളക്കഥകളും കറാമത്ത് എന്ന പേരിൽ പറയുമ്പോൾ അതിനൊക്കെ എതിരെ അതിനൊക്കെ ശക്തമായി എതിർത്തുകൊണ്ട് തന്നെ വീഡിയോ ഇറക്കുന്ന ഒരാളാണ് ഈ അൻസാരി സുഹരി. അങ്ങനെയുള്ള ഒരാൾ ബോധപൂർവം തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കുമ്പോൾ സ്വാഭാവികമായുള്ള സംശയമാണ്. ഏതായിരുന്നാലും മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണം കാണിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന സംസാരം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഒന്നുകൂടി പറയട്ടോ, അതെന്താന്ന് വെച്ചാൽ ആദം നബിയുടെ സന്താന പരമ്പരകളിൽ സത്യനിഷേധികളും മുശ്രിക്കുകളും മുഅ്മിനുകളും പ്രവാചകന്മാരൊക്കെ ഉണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളില്ലേ, അവരെ എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെല്ലാവരുടെ കുഫറും, കേരളത്തിലെ സമസ്തയുടെ കുഫറും 2 തുലാസിൽ വെച്ചാൽ സമസ്തയുടെ കുഫർ കനന്തൂകും. ഇവരുടെ എല്ലാവരുടെ കുഫറും അതിൻ്റെ താഴെയാണ്, ഇവരുടെ കുഫർ അതിൻ്റെ മേലെയാണ്. ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു, ലോകത്ത് സമസ്തക്കാർക്കുള്ള പോലെ ശിർക്കും കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. മാനവ ചരിത്രത്തിൽ സമസ്തക്കാരെ പോലെ ശിർക്കും കുഫറും ചെയ്ത ഒരു വിഭാഗം കഴിഞ്ഞു പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഫിറോനേക്കാളും കാറൂനേക്കാളും ഹാമാനേക്കാളും ഒക്കെ കടുത്ത ഷിർക്ക് ചെയ്ത അവരുടെ ഷിർക്ക് ഒരു തുലാസിൽ വെക്കുമ്പോൾ മറുതുലാസിൽ കേരളത്തിലെ മുഖ്യധാര മുസ്ലിമീങ്ങളായ സമസ്തക്കാർ സംഘടനക്കതീതമായി നിൽക്കുന്നവരാണെങ്കിൽ പോലും കേരളത്തിലെ മുഖ്യധാര മുസ്ലിമീങ്ങൾ മുഴുവനും സമസ്തയുടെ ആദർശ വഴിത്താലിലൂടെ നീങ്ങുന്നവരാണ്. അവരുടെ പ്രവർത്തനങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഷിർക്കും കുഫറും ഒരു തുലാസിൽ വെച്ചാൽ കനം തൂങ്ങുന്ന സമസ്തക്കാരുടേതായിരിക്കും. ഫിറഔനും കാറൂനും ഹാമാനും ഒക്കെ നമ്മുടെയൊക്കെ ശേഷം, നമ്മുടെയൊക്കെ ബാക്കിലായിരിക്കും, നമ്മൾക്കാണ് 1ാം സ്ഥാനം എന്നാണ് മുജാഹിദ്. സഹോദരങ്ങളെ, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ സംസാരം, മുജാഹിദ് ബാലുശ്ശേരി പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. മക്കാ മുശ്രിക്കുകൾ അടക്കമുള്ള പ്രവാചകന്മാരുടെ എതിരാളികളായിട്ടുണ്ടായിരുന്ന ആളുകളുടെ വാദങ്ങൾക്കുമൊക്കെ മുകളിലാണ് സമസ്തക്കാരുടെ പല വാദങ്ങളും എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇനി സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിലുള്ള സമസ്തക്കാർ വെച്ച് പുലർത്തുന്ന പല വിശ്വാസങ്ങളും അതൊക്കെ അതിരുകവിഞ്ഞതാണ്, ഇസ്ലാമികമല്ല എന്നൊക്കെ കൃത്യമായും തന്നെ മുജാഹിദ് ബാലുശ്ശേരി ആ ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. ആ പ്രഭാഷണത്തിന്റെ പൂർണ്ണ രൂപം ഇന്ന് സമസ്തക്കാർക്കുള്ളിലുള്ള പല വിഷയങ്ങളും, സമസ്തക്കാർ വെച്ച് പുലർത്തുന്ന പല ആശയങ്ങളെയും ഗണ്ണിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സംസാരം നമ്മൾ കേൾക്കുമ്പോൾ കൃത്യമായി നമുക്കത് ബോധ്യപ്പെടും. അദ്ദേഹത്തിന്റെ ആ സംസാരത്തിന്റെ പൂർണ്ണ രൂപം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് കേൾക്കണം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. അതിൽ അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാൻ തയ്യാറാണ്. മനസ്സിലായി? ഞാൻ ആ വീഡിയോ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോ അൻസാരി സുഹരി ഇവിടെ പറഞ്ഞ കാര്യം അതൊക്കെ നമ്മൾ വിശകലനം നടത്തുമ്പോൾ സ്വാഭാവികമായും യഥാർത്ഥ ഒരു ദീനുണ്ടല്ലോ, യഥാർത്ഥ ഹക്കുൽ ഇസ്ലാം ഉണ്ടല്ലോ, യഥാർത്ഥ ദീനുൽ ഇസ്ലാം ഉണ്ടല്ലോ, അത് എന്താണ് എന്ന് ഇവരുടെയൊക്കെ നേതാവായ വലിയ തങ്ങളായ ഖലീലുൽ ബുഖാരിയിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കേൾക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ഉണ്ട്. വാല്യബിൾ ആണോ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാതിരിക്കില്ല. ഈമാനിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഖുർആൻ പറയുന്നു. വൈദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് എന്താണോ ചെയ്തത്, എങ്ങനെയാണോ ജീവിച്ചത്, എന്താണോ വിശ്വസിച്ചത്, അതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഇതാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം, ഇതാണ് യഥാർത്ഥ അഹ്ലുൽ ഇസ്ലാം. അപ്പോൾ എന്താണ് യഥാർത്ഥ അഹ്ലുൽ ഇസ്ലാം എന്നും എന്താണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം എന്നും കൃത്യമായി തന്നെ ഇവരുടെ ഖലീൽ ബുഖാരി എന്നറിയപ്പെടുന്ന മുസ്ലിയാരിൽ നിന്ന് നമ്മൾ കേട്ടു. മഹാനായ നമ്മുടെ നേതാവിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ടുപിടിച്ച സഹാബാക്കൾ എങ്ങനെ വിശ്വസിച്ചു, അവർ എങ്ങനെ ആചരിച്ചു, എങ്ങനെ അനുഷ്ഠിച്ചു, ഇതൊക്കെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം എന്നൊക്കെയാണല്ലോ പറഞ്ഞു വെച്ചത്. എന്നാൽ സഹോദരങ്ങളെ, സമസ്തക്കാർ വെച്ച് പുലർത്തുന്ന വിശ്വാസങ്ങൾ, സമസ്തക്കാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും അതൊക്കെ സഹാബാക്കൾ വിശ്വസിച്ച രൂപത്തിലായിരുന്നോ?
സഹാബാക്കൾ ആചരിച്ചതാണോ സമസ്തക്കാർ ഇന്ന് ആചരിക്കുന്ന പല കാര്യങ്ങളും, അനുഷ്ഠിക്കുന്ന പല കാര്യങ്ങളും ആണോ? അവർ ചെല്ലുന്ന പല ബുറുദയടക്കമുള്ള പല കാര്യങ്ങളും സഹാബാക്കൾ വിശ്വസിച്ച രൂപത്തിലാണോ? ഒരിക്കലുമല്ല എന്ന് ഇവരുടെ പ്രവർത്തനങ്ങൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. ഇവിടെ ഇവരുടെ കൂട്ടത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന നൗഷാദ് ഹസനി എന്നറിയപ്പെടുന്ന മുസ്ലിയാർ, സമസ്തക്കാരുടെ പ്രത്യേകിച്ച് AP സമസ്തയിൽ കാന്തപുരത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞ് കേരളത്തിന്റെ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെ പ്രഭാഷണം നടത്തിക്കൊണ്ട് നടന്നിരുന്ന ഒരു മുസ്ലിയാർ, സമസ്തയിലെ സൈബർ പോരാളികളടക്കമുള്ള പല ആളുകളും തലയിലേറ്റി നടന്നിരുന്ന ഒരു മുസ്ലിയാർ ഇന്ന് AP സമസ്തക്കെതിരെ നിരന്തരം വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന് മറുപടി ആയിക്കൊണ്ടും പല ആളുകളും പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയെ പോലെയുള്ള, വഹാബ് സക്കാഫിയെ പോലെയുള്ള, ഹാരിസ് മദനിയെ പോലെയുള്ള പല ആളുകളും രംഗത്ത് വരുന്നുണ്ട്. ഇവരൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ പലതും ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഈ പറയുന്ന നൗഷാദ് ഹസനിയും സുലൈമാനും മുസ്ലിയാർ എന്നറിയപ്പെടുന്ന ഒരു പ്രസിഡന്റിന്റെ സംസാരം അതിരുകവിച്ചലിനെയാണല്ലോ ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. അവർക്ക് പോലും ഇല്ലാത്ത വാദങ്ങൾ എന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ മഹാന്മാരെ കുറിച്ചൊക്കെ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്? ഇവരുടെ സുലൈമാൻ മുസ്ലിയാർ പറയുന്ന ഒരു വാദമുണ്ട്. എന്താണ്? മുഹമ്മദ് നബിയെ അള്ളാഹുവായി ഒക്കെ തോന്നിപ്പോകുന്നു എന്ന്. അത് അതിരുകവിച്ചലല്ലേ? കുഫ്റൻ വിശ്വാസമല്ലേ? അതിരുകവിച്ചലല്ല എന്ന് ഈ പറയുന്ന സുഹരി ഉസ്താദിന് വാദമുണ്ടോ? നമുക്ക് നൗഷാദ് ഹസനി തന്നെ ക്ലിപ്പിട്ടുകൊണ്ട് ആ വിഷയം സംസാരിക്കുന്ന ഭാഗം കാണാം. സുലൈമാൻ ഉസ്താദ് എന്താ പറഞ്ഞറിയോ? കണ്ടാൽ അല്ലാഹുവാണെന്ന് തോന്നും. അങ്ങനെ പറഞ്ഞാലോ അത് കുഫറിന്റെ വാചകമാണ് എന്നാണ് നിങ്ങളെ പ്രഭാഷകർ മുഴുവനും പറഞ്ഞത്. ഞങ്ങളതിലില്ല. നിങ്ങൾ എന്നെ രണ്ടും പ്രസിഡന്റുകളും തമ്മിലുള്ള ആദർശ പൊരുത്തം ധൈര്യമുള്ളവരുടെ മറുപടി പറയട്ടെ. വെച്ചു കൊടുക്ക്, രണ്ടും കൂടി കണ്ടോട്ടെ. വൽപ്പത്തരം ഇങ്ങനെ കാണുമ്പോ അന്നേനെ തോന്നിപ്പോവും. വൽപ്പത്തരം ഇങ്ങനെ കാണുമ്പോ അന്നേനെ തോന്നിപ്പോവും. ആരും അതിരുകവിയാൻ പാടില്ല. ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല. വൽപ്പത്തരം ഇങ്ങനെ കാണുമ്പോ അന്നേനെ തോന്നിപ്പോവും. അതബദ്ധമാണ്, അത് പറയാൻ പാടില്ല. മുഅ്മിന്റെ വായിൽ നിന്ന് അത് വരാൻ പാടില്ല. ആ വലിയന്റെ അത്ഭുതങ്ങൾ കണ്ട അള്ളയാണെന്ന് അങ്ങ് തോന്നിപ്പോകും എന്ന് ഒരാലിമ പ്രസംഗിക്കാൻ പാടില്ല. വൽപ്പത്തരം ഇങ്ങനെ കാണുമ്പോ അന്നേനെ തോന്നിപ്പോവും. ഇത് അള്ളാഹു ആണോ തോന്നിപ്പോകും എന്നൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഞാൻ ആ ക്ലിപ്പ് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു വിവരമുള്ള ഒരു പണ്ഡിതനാണ്. എന്റെ അപ്പൊ നോക്ക് നിങ്ങള് പ്രസിഡന്റും വരും തമ്മിൽ എന്ത് ബന്ധമുള്ളത് കേട്ടില്ലേ? ഇവരുടെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇതേ കാര്യം UK മജീദ് മുസ്ലിയാർ CM അടവൂരിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവന്റേത് തന്നെയാണ്, പടച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും. കേട്ടില്ലേ സഹോദരങ്ങളെ? CM അടവൂരിനെ കുറിച്ച് പറഞ്ഞത് അള്ളാഹു ആണോ എന്ന് തോന്നിപ്പോകുന്നു എന്നാണ്. എന്ന രൂപത്തിൽ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതേ CM അടവൂരിനെ കുറിച്ച് തന്നെ അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. മറ്റൊരു മുസ്ലിയാർ, ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാറിന്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്. ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ അവരുണ്ട്. അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാഹ് ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ഷെയ്ഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. അന്ന് ഹല്ലാജുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്മത്തുടയവരാണ് മഹാനരായ ഷെയ്ഖുന. ഈ സുഹരി മുസ്ലിയാരൊക്കെ ഇപ്പോഴാണല്ലോ നിങ്ങൾക്ക് കണ്ടുകൂടാത്ത ആളുകളായത്. നിങ്ങളുടെ ആദർശത്തിനെതിരായി പറയുന്നു എന്നൊക്കെയുള്ള സംസാരം നടത്തുന്നത്. എന്നാൽ സുഹരിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ പലതും പറഞ്ഞു വെച്ചിട്ടില്ലേ? ഇതൊക്കെ സമസ്തയുടെ അതേ ലൈനിൽ പോകുന്ന ആളുകളാണല്ലോ. പാട്ടുകാരൻ പാടി വെച്ചതുമുണ്ടല്ലോ. പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ, ഞങ്ങളെ പടച്ചോൻ അറിയണേ. ഇപ്പൊ നമ്മൾ എന്തൊക്കെ കേട്ടു? പടച്ചോനാണെന്ന് തോന്നിപ്പോകുന്നു. ആരെക്കുറിച്ച്? CM അടവൂരിനെ കുറിച്ച്, മഹാനായ നമ്മുടെ നേതാവിനെ കുറിച്ച്.
അതിനെ ഗണ്ണിച്ചുകൊണ്ട് ചില മുസ്ലിയാക്കന്മാർ സംസാരിക്കുന്ന ഏതാനും ഭാഗങ്ങൾ നൗഷാദ് ഹസനി കാണിക്കുന്നത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ മറ്റൊരു മുസ്ലിയാര് CM മടവൂര് അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു, പടച്ചോനാണ് എന്നൊരു പാട്ടുകാരൻ പറയുന്നത് കണ്ടു. ഇതൊക്കെ സമസ്തയുമായി ബന്ധപ്പെട്ട ആളുകളാണ്, അതേ ആശയത്തിൽ നിന്ന് ഉടലെടുത്ത ആളുകളാണ്. ഇവരൊക്കെ പറഞ്ഞതിനെ കുറിച്ചാണല്ലോ മുജാഹിദ് ബാലുശ്ശേരി അതിരുകവിഞ്ഞ വർത്തമാനം എന്ന് പറഞ്ഞത്. ഇവിടെ കൊണ്ട് തീരുമോ? ഇനിയും പലതുമില്ലേ? നിങ്ങൾ പ്രവാചകന്റെ, നമ്മൾ ഖലീൽ ബുഖാരിയിൽ നിന്ന് കേട്ടല്ലോ, പ്രവാചകനിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ടുപിടിച്ച സഹാബാക്കൾ വിശ്വസിച്ചത്. ആ വിശ്വാസമാണോ ഇതൊക്കെ? ഒന്ന് സുഹരി ഉസ്താദ് പറഞ്ഞു തരണം. ആ വിശ്വാസമാണോ ഇതൊക്കെ? അതിനെക്കുറിച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്ന ഒരു ഭാഗം സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിരുകവിയാൻ പാടില്ല. ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല. അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല. ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അത് അതിരുകവിച്ചലാണ് എന്നാണല്ലോ പറഞ്ഞത്. ഇത് ശരിയല്ല എന്നാണല്ലോ പറഞ്ഞത്. ഇത് യഥാർത്ഥ വിശ്വാസമല്ല എന്നാണല്ലോ പറഞ്ഞത്. ഇങ്ങനെ പറയാൻ പാടില്ല എന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ കൊണ്ട് തീരുമോ? ഇത് സഹാബാക്കളുടെ വിശ്വാസമല്ല എന്ന് ബോധ്യപ്പെട്ടില്ലേ? അതിരുകവിഞ്ഞ ആളുകൾ സമസ്തയിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? സമസ്തയുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന രംഗമാണല്ലോ നമ്മൾ കണ്ടത്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടക്കമുള്ള പല മുസ്ലിയാക്കന്മാരിൽ നിന്നും ഇവിടെ UK മജീദ് മുസ്ലിയാര് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം അടക്കമുള്ള പല മുസ്ലിയാക്കന്മാരും എന്തൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ ഇസ്ലാമികമാണ് എന്ന രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങടുത്തപ്പോൾ ശൈഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ, ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ്, വല്ല നിലത്തിനും എന്നെ വിളിപ്പോർപ്പ് വായുകൂണ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ ഔസുൽ ആലം തങ്ങൾക്ക്, അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ശൈഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ്, ഖാജാ തങ്ങൾക്ക് കഴിയുകയാണ്, മഹാന്മാർക്ക് കഴിയുകയാണ്. ഈ നിലക്ക് പരിധിയില്ലാത്ത പവർ മഹാനവറുകൾ നേടി. അൽഹംദുലില്ലാഹ്. കേട്ടില്ലേ? ഇവിടെ UK മജീദ് മുസ്ലിയാർ പറഞ്ഞത് എന്താണ്? അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും അറിയാനും ഇടപെടാനും ഒക്കെയുള്ള കഴിവ് മഹാന്മാർക്കുണ്ട്. അങ്ങനെ കഴിവ് നേടിയെടുത്തിട്ടുണ്ട് എന്നാ പറയുന്നത്. CM മടവൂർ അങ്ങനെ നേടിയെടുത്തിട്ടുണ്ട്. ആ റഹ്മാനിയത്ത് നേടിയെടുത്തിട്ടുണ്ട്. അറ്റമില്ലാതെ കാണാനും കേൾക്കാനും അറിയാനും. ഈ പറയുന്ന വിശ്വാസം സഹാബാക്കളുടെ വിശ്വാസമാണോ സുഹരി ഉസ്താദെ? ഇനി ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു സംസാരം കൂടി കേൾക്കാം. ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ചായി പറയുന്നത്. ഇതൊന്ന് കറാമത്തല്ലേ? പിന്നെ ഏതാ കറാമത്ത്? എവിടുന്ന് വിളിച്ചാലും, എപ്പം വിളിച്ചാലും, ആര് വിളിച്ചാലും അവർക്ക് മറുപടി പറയാൻ, അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാനുള്ള പവറാണ് ശൈഖുന നേടിയെടുത്തത്. വെറുതെ അല്ല. അവിടുത്തെ ചരിത്രം ഒന്ന് പഠിക്കണം. ഇങ്ങനെ നേരം പുലരുന്നവരെ എന്റെ അനുഭവം പറഞ്ഞാൽ ഇത് കേവലം UK മജീദ് മുസ്ലിയാരുടെ മാത്രം വാദമാണോ? അല്ലല്ലോ, സമസ്തയുടെ വാദമല്ലേ. ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന CM വലിയുല്ലാഹി CM സ്മരണിക എന്ന് പറയുന്ന പുസ്തകം, ആരാണ് ഔലിയാക്കൾ എന്ന് പറയുന്ന ടൈറ്റിലിൽ കൊടുത്ത ഈ ലേഖനം എഴുതിയത് PK മുഹൈദ്ദീൻ മുസ്ലിയാർ അണ്ടോണയാണ്. അദ്ദേഹം അതിൽ പറയുന്നത് എന്താണ്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞതിനെ നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് എന്ന് UK മജീദ് മുസ്ലിയാര് പറഞ്ഞ അതേ വാദം ഇവിടെ മറ്റൊരു മുസ്ലിയാരും കൂടി പറയുകയാണ്. ഇവിടെ തീർന്നോ? ഇല്ല, ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. ഇതേ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിലും ഇതേ കാര്യം പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ മുകളിൽ നിന്ന് തന്നെ വായിക്കുമ്പോൾ എങ്ങനെയാണ്? ഷെയ്ഖ് അവറുകൾക്ക് ജീവിതം പരിശോധിച്ചാൽ ഊണും ഉറക്കവും ഒഴിച്ച് ഇബാദത്തിലായി മാത്രം മുഴുകിയതായി കാണാൻ സാധിക്കും. കഠിനാധ്വാനം ചെയ്ത് നാഥന്റെ സാമീപ്യവും പ്രീതിയും അവിടുന്ന് കരസ്ഥമാക്കി. അള്ളാഹു ഖുദ്സിയായ ഹദീസിൽ പറയുന്നു, ഒരു അടിമ പുണ്യകർമ്മങ്ങൾ കൊണ്ട് എന്നിലേക്ക് അടുത്താൽ അവൻ പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും കേൾക്കുന്ന കാതും കാണുന്ന കണ്ണും ഞാനാകുന്നു. ബുഖാരി. ഈ ഹദീസ് കാത് ഞാനാകുമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവന്റെ കാതിന്റെ സ്ഥാനത്ത് അള്ളാഹു തആലയാണ് എന്നല്ലല്ലോ, അത് അസംഭവ്യമാണ്. എന്നിട്ട് അതിനുശേഷം പറയുന്നത് എന്താണ്? അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ തല ശബ്ദ വ്യത്യാസം എന്നെ കേൾക്കാൻ സാധിക്കുമെന്നാണ്. CM സ്മരണികയിൽ പറഞ്ഞതാണ്. UK മജീദ് മുസ്ലിയാരെ മാത്രം വാദമല്ല. എന്തിനാണ് ഈ രീതിയിലുള്ള വാദങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചത്? നമുക്ക് പകരം മുസ്ലിയാരിൽ നിന്ന് അത് കേൾക്കാം. നമുക്ക് നമ്മളെല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ
അതവിടെ ഫത്ഹാകാതിരിക്കുകയില്ല. എന്ത് കാര്യമായാലും വേണ്ടിയില്ല, സാമ്പത്തികമായാലും വേണ്ടിയില്ല, ശാരീരികമായാലും വേണ്ടിയില്ല, മാനസികമായാലും വേണ്ടിയില്ല, എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ഹാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എത്ര 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 അനുഭവങ്ങൾ. ഇത് നിങ്ങൾ നേരത്തെ നമ്മൾ കേട്ട നിങ്ങളുടെ ഖലീൽ ബുഖാരിയുടെ ആ ഉസൂൽ അനുസരിച്ച് സഹാബാക്കളുടെ വിശ്വാസമാണ്. അതാണല്ലോ ദീനുൽ ഇസ്ലാം, അതാണല്ലോ ഹക്കുൽ ഇസ്ലാം. ആ വിശ്വാസത്തിൽപ്പെട്ടതാണോ അതിൽ അദ്ദേഹം പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റിൽ പെട്ടതാണോ? ആണോ ഉസ്താദെ? രോഗം വന്നു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇശ്ഫി എന്നല്ല പറയാറുള്ളത്. അതിനുവേണ്ടിയാണല്ലോ ഇത്തരം ലേഖനങ്ങളും ഇത്തരം വാദങ്ങളും ഒക്കെ സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിതന്മാർ പറഞ്ഞു വെച്ചത്. കറാമത്ത് എന്ന പേരിൽ പാച്ചനുണകൾ നിരന്തരം വെച്ച് കാച്ചുന്ന പുരോഹിത വർഗം സമൂഹത്തിന്റെ മുന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് രോഗം വന്നാൽ സിയ മടവൂരൊക്കെ അല്ലാഹുമ്മ ഇശ്ഫി എന്നല്ല പറയാറുള്ളത്, രോഗം വേണ്ട എന്നാണ് പറയാറുള്ളത്. അതിനു മാത്രമുള്ള പവർ അവർ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ്. നമുക്ക് ഖലീൽ ബുഖാരിയിൽ നിന്ന് തന്നെ അത് കേൾക്കാം. രോഗപ്രയാസങ്ങളുമായി വരുമ്പോൾ മരുന്ന് നിർദ്ദേശിക്കാറല്ല, മറിച്ച് അവിടെ നിന്ന് ഒരു വാക്കാണ്, അത് വേണ്ട, അതില്ല, ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിന് വലിയ ഫലം. ഡോക്ടർ അല്ലാത്തത് കൊണ്ട് തന്നെ മരുന്ന് നിർദ്ദേശിക്കാറില്ല, എന്നാൽ രോഗം വേണ്ട എന്നാണ് പറയാറുള്ളത്. അതിനു മാത്രമുള്ള പവർ അവർ നേടിയെടുത്തിട്ടുണ്ട് എന്നാണല്ലോ UK മജീദ് മുസ്ലിയാരിൽ നിന്നൊക്കെ നമ്മൾ കേട്ടത്. എന്തിനും ഫലമുണ്ട് എന്നാണല്ലോ നിങ്ങളുടെ പകര ബാപ്പൂട്ടി മുസ്ലിയാരിൽ നമ്മൾ കേട്ടത്. തീർന്നോ? പല മുസ്ലിയാക്കന്മാർ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ? ഇനി ഈ വാദം സ്ഥാപിക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ തന്നെ മെനക്കെടുന്ന രംഗം നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ടും ഒരു വലിയ കുത്തുബ് എന്ന സ്ഥാനത്തേക്ക് എത്തി. അവിടുന്ന് അങ്ങോട്ട് മേലോട്ട് പോയാലും വീണ്ടും തീരാത്ത മക്കാമുകൾ ഉണ്ട്. പക്ഷെ അബദുള്ള കഴിഞ്ഞാൽ പിന്നെ അടിമ അബദ് ഇല്ലാതെ ഹുറായി മാറുക ചെയ്യാം. പിന്നെ അടിമക്ക് അബ്ദുൽ ഖാദിർ എന്ന് പറയൂല, പിന്നെ ഖാദിർ എന്ന് പറയാം. ഓരോ ഇസ്മു അച്ചൽക്കാണ് പിന്നെ അടിമക്ക് തിളക്കാക്ക്. റഹീം, മലിക്, ഖുദ്ദൂസ്, സലാം, മുഅ്മിൻ, മുഹൈമിൻ, ഇങ്ങനെ പിന്നെ അടിമനെ പറ്റി പറയാം. അടിമയെ കുറിച്ച് അല്ലാഹു തആല ഹുറാക്കി. അടിമ അൽ ഹുറിയ, അൽ ഹുറിയത്തുൽ വഹബിയ എന്നാണ് ഔലിയാക്കന്മാർ അതിനെ പറ്റി പറയാം. ആ സ്ഥാനത്തേക്ക് എത്തിയാലോ? ആ സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ വലിയ ഞാനിനെ പറയൂ. ആ ഞാന് അള്ളാഹു ആയിരിക്കും. അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. അള്ളാഹ് പറയേണ്ടതൊക്കെ ഇങ്ങനെ പറയാ ചെയ്യുക. അള്ളാഹുവിന്റെ ഭാഷയിലാണ് സംസാരിക്കുക, വലിയ സംസാരിക്കുക. സിയം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ലാസ്റ്റ് സമയങ്ങളിൽ ഞാൻ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അത് വേണ്ട, അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല, അത് വേണ്ട, ഞാൻ ബാത്തിലാക്കി. ഇങ്ങനെയൊക്കെയായിരുന്നു അവർ പറഞ്ഞത്. പൊന്നാര സുഹരി ഉസ്താദ് നിങ്ങൾ കേട്ടല്ലോ. പകര ബാപ്പൂട്ടി മുസ്ലിയാരിൽ നിന്ന്, UK മജീദ് മുസ്ലിയാരിൽ നിന്ന്, അതുപോലെ തന്നെ നിങ്ങളുടെ ഖലീൽ ബുഖാരിയിൽ നിന്നൊക്കെ കേട്ട ഒരു വിഷയം, അതിനെ സ്ഥാപിക്കാനാണല്ലോ പുരോഹിതൻ ഇത്രയും മെനക്കെട്ട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത്. അല്ലാഹുമ്മ ഇശ്ഫി എന്നല്ല പറയാറുള്ളത്, രോഗം വേണ്ട എന്നാണ് പറയാറുള്ളത്. എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം വേണ്ട എന്നാണ് പറയാറുള്ളത്. അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു വിശ്വാസമാണോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ട് പഠിച്ച സഹാബാക്കൾ വിശ്വസിച്ചത്? അങ്ങനെയാണോ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത്? മഹാന്മാർക്കൊക്കെ ഇങ്ങനെ കഴിവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മഹാന്മാരോട് ചോദിച്ചോളൂ എന്നാണോ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? അവർ അങ്ങനെയാണോ വിശ്വസിച്ചിട്ടുള്ളത്? അല്ല എന്നത് നിങ്ങളുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയിൽ നിന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. രോഗം വന്നാൽ രോഗത്തിന് ശമനം നൽകേണ്ടവൻ അള്ളാഹു ആണ്. അള്ളാഹു അല്ലാതെ ഒരു മഹ്ലൂക്കിനും ശമനം നൽകാൻ കഴിയില്ല എന്ന് കൃത്യമായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ പ്രഭാഷണം നടത്തുന്നത് നമുക്കൊന്ന് കേൾക്കാം. അല്ലാഹുവാണ്, കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദരീങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിയൂലല്ലോ. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആണല്ലോ. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, രോഗമായാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? നമ്മൾക്ക് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ ഇന്നക അന്തശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്, അല്ലാഹുവേ നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. അപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയിൽ നമ്മൾ കേട്ടില്ലേ, അള്ളാഹു അല്ലാതെ ഒരു മഹ്ലൂക്കിനും ശിഫ നൽകുവാൻ കഴിയില്ല. പക്ഷേ UK മജീദ് മുസ്ലിയാരും അതുപോലെ തന്നെ മറ്റു മുസ്ലിയാക്കന്മാരും സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചത് എന്താണ്? കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും സമസ്തക്കുള്ളിൽ അതിരുകവിച്ചൽ നടന്നിട്ടുണ്ട് എന്ന്. മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ട് പഠിച്ച സഹാബാക്കൾ വിശ്വസിച്ച വിശ്വാസമല്ല സമസ്തക്കാർക്കുള്ളത്. മക്കാ മുശ്രിക്കുകൾ പോലും പറയാത്ത പല അതിവാദങ്ങളും ഈ പറയുന്ന മുസ്ലിയാക്കന്മാരിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. മക്കാ മുശ്രിക്കുകൾ പോലും വിശ്വസിക്കാത്ത വിശ്വാസങ്ങളാണ് സമസ്തക്കാരിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. ഇവിടം കൊണ്ട് തീരുന്നോ? ഇല്ലല്ലോ. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് തന്നെ പറഞ്ഞിട്ടില്ലേ? അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി
പറ്റുമോ എന്ന ഒരു ചോദ്യത്തിന്, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ എന്ന ചോദ്യത്തിന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൊടുത്ത മറുപടി എന്താണ്? ഫത്താവ മുഹീസുന്ന എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ. എന്താണ് അതിൽ പറയുന്നത്? എന്താണ് പറയുന്നത്? ചോദ്യം: മുഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സഹീഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ കാണിക്കാമോ, വ്യക്തമാക്കാമോ എന്നാണ് ചോദ്യം. ചോദ്യത്തിന് മറുപടി എന്താണ്? അനുവദനീയമാണ്, ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, നിങ്ങളെ സഹായിക്കുന്നവർ അള്ളാഹുവും അവന്റെ പ്രവാചകരും വിശ്വാസികളും വിശ്വാസത്തിൽ പൂർണ്ണതയുള്ളവരും മാത്രമാകുന്നു. സൂറത്തുൽ മാഇദ 55. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്ന് തുടങ്ങുന്ന ആയത്ത് ഇവിടെ തെളിവായി കൊടുക്കുകയാണ് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ. അതേപോലെ തന്നെ കൊട്ടപ്പുറം സംവാദത്തിൽ നിരവധി ആയത്തുകൾ ഓതി എന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെ പല മുസ്ലിയാക്കന്മാരും ഈ രീതിയിൽ പച്ചക്കള്ളാന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് തന്നെ പറഞ്ഞിട്ടില്ലേ? എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും വഹാബ് സക്കാഫിയും ഒക്കെ ഇപ്പോൾ എന്താണ് പറയുന്നത്? നമ്മൾ അള്ളാഹുവിനോട് അല്ലാതെ ഒരു മഹ്ലൂക്കിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല എന്നാണ്. അതൊക്കെ മുജാഹിദുകൾ വെച്ച് കെട്ടുന്നതാണ് എന്നാണ് പറയാറുള്ളത്. ഇവിടെ കൃത്യമായി പൊന്മളയുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു. അത് മുജാഹിദുകൾ പറയുന്ന വാദത്തെ ഗണ്ണിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി പലപ്പോഴും വഹാബ് സക്കാഫിയെ പോലെയുള്ള ആളുകൾ മൈക്കിന്റെ മുന്നിൽ കിടന്ന് വിയർക്കുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചോ, ആ തരത്തിലുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. എന്നാൽ കൃത്യമായി നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടില്ലേ? മുജാഹിദുകൾ വാദിക്കുന്നു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന്. അപ്പോൾ ആ വാദം അത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ പറഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ സൈബർ പോരാളികൾ പറഞ്ഞിട്ടില്ലേ? പ്രിയപ്പെട്ടവർ, ഈ ഒരു ആശയം പ്രാർത്ഥന, ഇവരീ പറയുന്ന പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന ആശയം അത് ഇസ്ലാമിക വിരുദ്ധമാണ്, ശുദ്ധ മണ്ടത്തരമാണ്. അത് ശരിയായിട്ട് പറയുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിന്റെ മുദ്രാവാക്യം. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്നത് ശപിക്കപ്പെട്ട പിശാചിന്റെ മുദ്രാവാക്യമാണ് എന്നും ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ് എന്നാ പറഞ്ഞത്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് നമ്മൾ നേരത്തെ ഖലീൽ ബുഖാരിയിൽ ആദ്യം കേട്ട ഒരു പ്രഭാഷണമുണ്ടല്ലോ, അതിൽ പറഞ്ഞത് എന്താണ്? മഹാനായ നമ്മുടെ നേതാവിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ട് പഠിച്ച സഹാബാക്കൾ വിശ്വസിച്ച വിശ്വാസം അവരെങ്ങനെ ആചരിച്ചു, അവരെങ്ങനെ അനുഷ്ഠിച്ചു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റുമോ? അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു മഹ്ലൂക്കിനെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇബ്രാഹിം നബി അവർ വിളിച്ചോ? അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് പഠിപ്പിച്ചു തന്നതല്ലേ ഇബ്രാഹിം നബി ഖലീലാണ് എന്ന്. ഈ പറയുന്ന ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന CM മടവൂരും മുനമത്ത് ബീവിയും ഓച്ചിറ ദാമോരൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന ഓച്ചിറ ഉപ്പാപ്പയും ഒക്കെ നിങ്ങൾ മഹാന്മാരാണെന്ന് പറയുന്ന ആളുകളാണല്ലോ. എന്നാൽ നമുക്ക് അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞു തന്നാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് ഖലീലാണ് എന്ന്, ആത്മമിത്രമാണ് എന്ന്. ആ ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അരവരിയെങ്കിലും സുഹരി ഉസ്താദെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് നിങ്ങൾക്ക് അതിര് കവിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് അതിര് കവിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഇത് നിങ്ങളുടെ ആഷിം നഈമി എഴുതി വെച്ചിട്ടില്ലേ? ആഷിം നഈമിയുടെ വാദം എന്താണ്? നമുക്ക് കേൾക്കാം. വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന് പറയുന്ന ആഷിം നഈമിയുടെ പുസ്തകത്തിന്റെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന ഒരു ഹെഡിങ്ങിന് ചുവടെ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്? ഖുർആൻ പരിഭാഷയല്ലാതെ യഥാർത്ഥ ഖുർആൻ ഓതാൻ അവർക്കറിയില്ല. ഇതൊക്കെ നന്നായി അറിയുന്ന സുന്നികൾ വഹാബികളെ നന്നായി ഒന്ന് കൊട്ടി പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി. കേവലം സൈബർ പോരാളിയുടെ മാത്രം വാദമല്ല, സമസ്തയുടെ വലിയ വലിയ പണ്ഡിതന്മാരുടെ തന്നെ വാദമാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന്. അതുകൊണ്ട് സുഹരി മുസ്ലിയാരെ, നിങ്ങൾ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് നേരത്തെ സഹാബാക്കളുടെ കാര്യം പറഞ്ഞതുകൊണ്ട്, ഖലീൽ ബുഖാരി പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ചോദിക്കുകയാണ്, സഹാബാക്കൾ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ? സഹാബാക്കൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റുമോ? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത്, ദുആ അള്ളാഹുവിനോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന്, അത് പിഴച്ച ആശയമാണ് എന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ സുഹരി ഉസ്താദെ? ഒന്ന് നിങ്ങൾ അതൊന്ന് തെളിയിച്ചതാ. അപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് കൃത്യമാണ്, വ്യക്തമാണ്. നിങ്ങളിൽ അതിര് കവിഞ്ഞിട്ടുണ്ട്. മഹാനായ നമ്മുടെ നേതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാം. ഈ മദ്രസ ഏറ്റെടുക്കണേ പാപ്പ, ഈ മദ്രസ ഏറ്റെടുക്കണേ പാപ്പ, എല്ലാ കാര്യം ഫതഹായി കൊടുക്കണേ പാപ്പ, എല്ലാ മുറാദ് ലാസ്വലായി കൊടുക്കണേ പാപ്പ, തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ, തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ, പാപ്പന് പൊരുത്തം സഹായം നോട്ടുണ്ടാണ് പാപ്പ, ഈ മദ്രസ കബൂലാക്കണേ പാപ്പ. കേട്ടില്ലേ സഹോദരങ്ങളെ? വീഡിയോ ദൈർഘ്യം കൂടണ്ട എന്നതുകൊണ്ടാണ് പെട്ടെന്ന് കട്ടാക്കിയത്. ഈ രീതിയിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനൊക്കെ അവർ പറയുന്ന പല വാദങ്ങളുമുണ്ട്. മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും
വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും കേൾക്കും, ഉത്തരം ചെയ്യും. വല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതെ ഉത്തരം ചെയ്യും ഞാൻ എന്നവർ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നവർ എന്ന് തുടങ്ങിയ പല വാദങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അതിനുവേണ്ടി അള്ളാഹുവിന്റെ ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു വിശ്വാസം പ്രവാചകന്റെ സഹാബാക്കളിൽ നിന്ന് കാണിക്കാൻ സുഹരി ഉസ്താദ് തയ്യാറാണോ? ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ഈ ലോകം നിയന്ത്രിക്കുന്ന ആരാണ്? നമുക്കൊക്കെ അറിയാം അള്ളാഹുവാണ് ഈ ലോകം നിയന്ത്രിക്കുന്നതെന്ന്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അതിനെ കുറിച്ച് സംസാരിച്ചത് നമ്മളൊക്കെ കേട്ടതാണ്. ഇവിടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ എന്താണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്? കാന്തപുരത്തിൽ സുൽത്താനുൽ ഔലിയ ഖുതുബുൽ ഔലിയ ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹു ബഹുമാനപ്പെട്ടവർ ആണ് അവിടുത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത്. എൻ്റെ നിയന്ത്രണവും എൻ്റെ ജീവിതവും അവിടുത്തെ തദ്ബീറിലായിരുന്നു. ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഉണ്ട്. യാതൊരു കുറവും വരുത്താതെ ഹയാത്ത് കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഈ ഒരു വിശ്വാസം ഇപ്പോൾ CM മടവൂരാണ് നിങ്ങളുടെ വലിയ നേതാവായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ നിയന്ത്രിക്കുന്നത്, ഇന്നും നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ഒരു വിശ്വാസം സഹാബാക്കളിലുണ്ടോ? ഇതാണോ യഥാർത്ഥ ദീനുൽ ഇസ്ലാം? നിങ്ങളൊന്ന് തെളിയിച്ചു തരണം. അതിര് കവിഞ്ഞിട്ടുണ്ട് ഉസ്താദെ. ഇനിയും ഇതേ വാദം നിങ്ങളെ മറ്റു മുസ്ലിയാക്കന്മാരിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത ഷെയ്ഖിനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത ഷെയ്ഖിനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ ഒരു മഹാന്റെ ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹ് ഏൽപ്പിച്ചതാണ്. അതൊരു ലോകമാണ്. അപ്പൊ ഹദ്റത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ് ഷെയ്ഖുനാക്കൾ. എന്നിട്ട് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കുന്നു, ഉമ്മുൽ കിതാബിലേക്ക് നോക്കുന്നു. ഉമ്മുൽ കിതാബ് ലൗഹുൽ മഹ്ഫൂദ് ഒന്നാണെന്ന അഭിപ്രായം വേറെയുണ്ട്. രണ്ടിലേക്ക് നോക്കി അതിലുള്ളത് മുഴുവനും പറയാൻ അവർക്ക് കഴിയും. പക്ഷേ അതിൽ നിന്ന് കോടിയിലൊന്ന് നമ്മുടെ മുമ്പിൽ പറഞ്ഞ് അതാണ് നമ്മൾ ഭയങ്കര ആശ്ചര്യമായി തന്നെ നമുക്ക് കാണുന്നത്. വിശദീകരിക്കുന്നില്ല. പകരം മുസ്ലിയാരിൽ നിന്ന് നമ്മൾ കേട്ടല്ലോ. ഈ ഒരു വിശ്വാസം സഹാബാക്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് സുഹരി ഉസ്താദ് ഒന്ന് പറഞ്ഞു തരാം. ഈ രീതിയിലുള്ള വിശ്വാസങ്ങളൊക്കെ സഹാബാക്കൾക്കുണ്ടായി യഥാർത്ഥ ദീനുൽ ഇസ്ലാം, യഥാർത്ഥ ഹക്കുൽ ഇസ്ലാമിൽ ഉള്ളതാണ് എന്ന് സഹാബാക്കളെ തെളിവിടിച്ചുകൊണ്ടൊന്ന് പറഞ്ഞു തരണം. നിങ്ങൾ ഉസ്താദ് പറഞ്ഞു തന്നതാണല്ലോ, അതാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം എന്ന്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ ആയിട്ടിന്ത് താജുൽ ഉലമ മീക്കായിൽ പോലും പേടിച്ചിട്ടില്ലേ? ഇല്ലേ? ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. മീക്കായിൽ പോലും പേടിച്ചിരു. മല ഭർണ ചെന്നപ്പോൾ വന്നിട്ടില്ല, നിക്കോട് ചെന്നപ്പോൾ നീണ്ടു. ഇത്ര വില കറാമത്ത് കാട്ടിയ നേതാവാറുള്ളേ. അങ്ങനെ ഉള്ള നേതാവുടെ ശിഷ്യന്മാർ ചൊല്ലൊരു പവറ് ഇണ്ട് നങ്ങ ഉണ്ടു. നങ്ങ താജുലോടെ മക്ക ആറ് എന്തു ചൊന്നുണ്ടായെങ്കിൽ താജുലോടെ മക്ക മക്കമേ. കേട്ടല്ലോ, ഇവിടെ നിങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ചാണ് ഈ പറയുന്നതൊക്കെ. മീക്കായിൽ പോലും പേടിച്ചിട്ടുണ്ട്. മനസ്സിലായി? വിശദീകരിക്കുക. നിങ്ങൾ കേട്ടത് കൊണ്ടാണ്, ലെങ്ത് കൂടണ്ടായെന്നത് കൊണ്ടാണ്. ഈ രീതിയിലുള്ള വിശ്വാസം സഹാബാക്കളിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ഉസ്താദെ? ഇതുപോലുള്ള വിശ്വാസം പലതും നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടില്ലേ? ഇത്തരം വിശ്വാസങ്ങൾ നിങ്ങളുടെ മാലകളിലില്ലേ? കൊട്ട തട്ടിയ കഥ, കുട്ടിയില്ലാത്ത ആൾക്ക് കുട്ടി കൊടുത്ത കഥ, ഇങ്ങനെ പലതും നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? ഇതൊക്കെ പ്രവാചകന്റെ സഹാബാക്കൾ വിശ്വസിച്ച വിശ്വാസമാണോ? ആണോ ഉസ്താദെ? നിങ്ങൾ തെളിവുണ്ടെങ്കിൽ ഒന്ന് കാണിക്കണം. അതിര് കവിഞ്ഞതല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ട് എങ്കിൽ നിങ്ങൾ അതൊന്ന് തെളിയിക്കണം. ഇത് ഏതാനും ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനിയും നിരവധി കാര്യങ്ങളുണ്ട്. ഒരുപാട് വാദങ്ങൾ, ഒരുപാട് പിഴച്ച ആശയങ്ങൾ, അതിര് കവിഞ്ഞ ആശയങ്ങൾ, മക്കാ മുശ്രിക്കുകൾക്ക് പോലും ഇല്ലാത്ത പല വാദങ്ങൾ മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചത് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. ഏതാനും ചില ഭാഗങ്ങൾ മാത്രം തൽക്കാലം കാണിച്ചു എന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണം അതിശയോക്തിയുള്ള ഒന്നേ അല്ല. കാരണം അദ്ദേഹത്തിന്റെ ഭൂതകാല പ്രഭാഷണങ്ങൾ എടുത്തു നോക്കിയാൽ അദ്ദേഹം കൊണ്ട് നടക്കുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ വൈകാരികതയുടെ, അസഹിഷ്ണുതയുടെ ഇസ്ലാമാണെന്ന് ആർക്കും അറിയാൻ വയ്യാത്തത്. അദ്ദേഹത്തിന്റെ ഭൂതകാല പ്രഭാഷണങ്ങളിൽ ഒന്നാണ് സമസ്തക്കാർ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്ത് ധരിക്കണം. ആ പ്രഭാഷണം ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് സംഘപരിവാറുകാരാണ്. ഇവിടെ സുഹരി ഉസ്താദ് മനസ്സിലാക്കേണ്ടത്,
മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണം ആ മുസ്ലിയാക്കന്മാർ മുറിച്ചിട്ട ക്ലിപ്പിനപ്പുറം നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് മുജാഹിദ് ബാലുശ്ശേരി എന്താ പറഞ്ഞത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുസ്ലിയാര് വളാഞ്ചേരിയിലെ അത്തിപ്പറ്റ എന്ന് പറയുന്ന പ്രദേശത്ത് മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണം അലമ്പാക്കാൻ തലയിൽ കെട്ടിയിട്ട് മുസ്ലിയാക്കന്മാരടക്കമുള്ള ആളുകൾ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് പോലീസ് വന്നു. അങ്ങനെ മുജാഹിദ് ബാലുശ്ശേരിയും എവിടെയുള്ള ഒരു മുസ്ലിയാരെയും പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ആ സമയത്തുണ്ടായ പല അനുഭവങ്ങൾ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നുണ്ട്. സമസ്തക്കാരായ ആളുകളോട് മുജാഹിദ് ബാലുശ്ശേരി പറയുകയാണ്, ഇങ്ങനെയുള്ള പച്ചത്തെറി വിളിച്ച പല ഗുണ്ടായിസവും കാട്ടിയ ഇത്തരം മുസ്ലിയാക്കന്മാരുടെ അടുത്ത് നിങ്ങളെ മക്കളെ പറഞ്ഞയക്കുന്നത് ദീൻ പഠിക്കാനാണല്ലോ. സമസ്തക്കാരുടെ ആളുകൾ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ യഥാർത്ഥ ദീനാണ് പഠിപ്പിക്കുന്നത് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ മദ്രസയിലേക്കൊക്കെ പറഞ്ഞയക്കുന്നത്. എന്നാൽ തെരുവ് ഗുണ്ടകളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ പച്ചത്തെറികൾ പറയുന്ന, തോന്നിവാസം പറയുന്ന, ഗുണ്ടായിസം കാണിക്കുന്ന, തമ്മാടിത്തരം കാണിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ അടുക്കലേക്ക് നിങ്ങളെ മക്കളെ പറഞ്ഞയക്കുന്നതിനേക്കാളും നല്ലത് അവരുടെ കഴുത്ത് മുരണ്ടി നിങ്ങൾക്ക് കൊല്ലലാണ് നല്ലത് എന്ന രീതിയിലാണ് അവിടെ പറഞ്ഞത്. ഹിളർ നബി ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ സംസാരം പോകുന്നത്. അതൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഒരു ആലങ്കാരിക പ്രയോഗം നടത്തിയതാണ്, അല്ലാതെ കൊല്ലാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത്തരം തമ്മാടികളായ മുസ്ലിയാക്കന്മാരുടെ അടുത്തേക്ക് എല്ലാ മുസ്ലിയാക്കന്മാരെയും അല്ല പറഞ്ഞത്. അവിടെ കൃത്യമായി ആ മുസ്ലിയാർ എവിടെയാണ് ജോലി ചെയ്യുന്നത് അടക്കം പറഞ്ഞിട്ടില്ലേ. പുത്തനത്താണിയിലാണ് ഈ മുസ്ലിയാർ സദർ മുദരിസായി ജോലി ചെയ്യുന്നത്. ഇത്തരം മുസ്ലിയാക്കന്മാരുടെ അടുത്തേക്ക് മക്കളെ പറഞ്ഞയക്കുന്നതിനേക്കാളും നല്ലത് അവരുടെ കഴുത്ത് മുരുണ്ടി കൊല്ലുന്നതാണ് എന്ന് പറയാൻ കാരണം എന്താണ്? അതും മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം തെരുവ് ഗുണ്ടകളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ തോന്നിവാസങ്ങൾ ചെയ്യുന്ന, പച്ചത്തെറികൾ പറയുന്ന ആളുകളുടെ അടുത്തേക്ക് നിങ്ങളെ പറഞ്ഞയച്ചാൽ അവർ അതിനേക്കാൾ മോശമായിട്ടാണ് വളരുക എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. നാടിനും സമൂഹത്തിനും ഒരു ഉപകാരമില്ലാത്ത മക്കളായി വളർത്തുന്നതിനേക്കാളും നല്ലത് അവരുടെ കഴുത്ത് മുരുണ്ടി കൊല്ലുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാരുടെ അടുത്തേക്ക് നിങ്ങളെ മക്കളെ പറഞ്ഞയക്കരുത് എന്നാണ്. ആ പറഞ്ഞതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പുരോഹിത വർഗം കേരളക്കരയിൽ ആകമാനം പ്രഭാഷണം നടത്തിയപ്പോൾ അതിനൊക്കെ കൃത്യമായി വിശദീകരണം കൊടുത്തിട്ടുണ്ട്. പക്ഷെ കിണറിലെ തവളയെ പോലെയായി പോയി നിങ്ങൾ. അതുകൊണ്ട് തന്നെ മുജാഹിദ് ബാലുശ്ശേരി എന്താണ് പറഞ്ഞത് എന്ന് ആ സംസാരത്തിന്റെ അപ്പുറവും ഇപ്പുറവും കേൾക്കാത്തത് കൊണ്ടും അതിന് പിന്നീട് കൊടുത്ത വിശദീകരണം കേൾക്കാത്തത് കൊണ്ടുമാണ് ഈ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചതെന്ന് പറയുകയാണ് ഇവിടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം നമ്മുടെ കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ മൗനമാണ്. സുന്നിയേതര സംഘടനകളുണ്ടല്ലോ, അവരുടെ മൗനം എന്താണ്? ഈ പ്രഭാഷണം മുജാഹിദ് ബാലുശ്ശേരിയുടെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു മുസ്ലിയാർ, ഒരു മുസ്ലിം പണ്ഡിതൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആദർശ പ്രഭാഷകൻ, ഒരു സംഘടനയുടെ പ്രവർത്തകനാണ് നടത്തിയതെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആക്ഷേപം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടി വരുന്ന പ്രയോഗം ഇതാണ്: മുസ്ലിം ഉമ്മത്ത് അപകടാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉമ്മത്ത് സ്നേഹമില്ലാത്ത കപടന്മാർ, മുനാഫിഖീങ്ങൾ, ഇസ്ലാമിനെ ഒറ്റ കൊടുക്കുന്നവരാണ് എന്ന് ആ തലപ്പാവുധാരിയെ, അല്ലെങ്കിൽ ആ പണ്ഡിതനെ, അല്ലെങ്കിൽ ആ ഒരു പ്രഭാഷകനെ അത്രത്തോളം ആക്ഷേപിക്കും. ഇത് നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നിങ്ങൾ പല മുസ്ലിയാക്കന്മാരുടെയും ഇത്തരം വിശ്വാസങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിങ്ങൾ ഇത് കേൾക്കാൻ സാധ്യത കൂടുതലാണ്. മുജാഹിദ് ബാലുശ്ശേരി സാറിനോട് ഒരു കാര്യം പറയാണ്, ഈ വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ. ബാലുശ്ശേരി സാർ പറഞ്ഞല്ലോ, ഫിറൂനേക്കാളും ഹാമാനേക്കാളും കാറൂനേക്കാളും ഒക്കെ കുഫർ കനം തൂങ്ങുന്നത് കേരളത്തിലെ സുന്നി മുസ്ലിയാക്കന്മാരുടേതാണെന്ന്. മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന ആ വർത്താനം അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എൻ്റെ ഒരു സ്വാഭാവികമായ സംശയമാണ്. എന്നെങ്കിലും നിങ്ങൾ ഇതിന് മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഭാഷണത്തിലൂടെ പറഞ്ഞാൽ മതി. ആദരവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാചകമാണ്, ഒരു മനുഷ്യൻ്റെ അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖൽ ജന്ന, അവൻ സ്വർഗത്തിലാണ് എന്നുള്ളതാണ്. അതായത് ഒരാൾ മുവഹിദായി ജീവിച്ചു എന്നതിൻ്റെ പ്രതിഫലനമാണ് അയാൾക്ക് അയാൾ അന്ത്യനിമിഷം കെലിമ ചൊല്ലാൻ കഴിയുക എന്നുള്ളത്. അങ്ങനെ ഒരാൾ കെലിമ ചൊല്ലിയാൽ അതിൻ്റെ അർത്ഥം അല്ല ഏത് തരം, നമുക്ക് ഇഷ്ടപ്പെടാത്തതാകട്ടെ ഇഷ്ടപ്പെടുന്നതാകട്ടെ, ഏത് തരം പ്രവൃത്തിയിൽ ജീവിച്ച ആളാണെങ്കിലും അയാൾ കെലിമ ചൊല്ലുന്നുണ്ടോ അതിൻ്റെ അടയാളം, ആ പ്രതിഫലനം അയാൾ മുവഹിദാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. 87-ാമത്തെ വയസ്സിലാണ് സമീപകാലത്ത് മരണപ്പെട്ടു പോയ ചേലക്കുളം അബുൽ ബുഷ്റ മൗലവി, കേരളത്തിൽ ആയിരക്കണക്കിന് ശിഷ്യസമ്പത്തുള്ള ചേലക്കുളം അബുൽ ബുഷ്റ മൗലവി മരണപ്പെടുന്ന സന്ദർഭം തൻ്റെ ശിഷ്യഗണങ്ങളെയെല്ലാം സമീപത്തേക്ക് വിളിക്കുന്നു. ബുർദ ചൊല്ലാൻ അവിടുന്ന് നിർദ്ദേശിക്കുന്നു. ബുർദ ചൊല്ലി ഒരു ഭാഗത്തെത്തുമ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ ബുർദ ചൊല്ലിയ കുട്ടിക്ക് വ്യാകരണത്തിൽ എന്തോ ഒരു അബദ്ധം പറ്റുന്നു. ചിന്തിക്കണം, 87 വയസ്സ് പിന്നിട്ട സ്വാത്വികനായൊരു മനുഷ്യൻ, വയോവൃദ്ധനായൊരു മനുഷ്യൻ, അദ്ദേഹം സക്രാത്തിൻ്റെ ഹാലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ആ വരി തിരുത്തി കൊടുക്കുന്നു. ശേഷം ബുർദയുടെ ഒരു ഭാഗം എത്തുമ്പോൾ ലാ ഹൗല ചൊല്ലുന്നു. എന്നിട്ട് ബെർലി ചൂണ്ടിയിട്ട് ദാ വരുന്നു എന്ന് പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചൈസ്രം ഉറക്കെ ചൊല്ലി മരിക്കുന്നു. 100 കണക്കിന് സമീപത്തുള്ള ആളുകൾ സാക്ഷികളാകുന്നു. ഇങ്ങനെയൊക്കെ മരണപ്പെട്ട മനുഷ്യർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്?
അതായത് മുശ്രിക്കിനും മുവഹിദിനും ഒക്കെ കലിമത്തു ഷഹാദ ചൊല്ലാൻ കഴിയുമോ? ഒരാളങ്ങനെ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ എന്താ മനസ്സിലാക്കേണ്ടത്? അയാൾ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചു എന്നുള്ളതല്ലേ? അല്ല, ഇതിനപ്പുറം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ ഈ വാചകത്തിന് മറ്റൊരു വ്യാഖ്യാനമുണ്ട്. അഥവാ മുശ്രിക്കിനും മുവഹിദിനും ഒക്കെ കലിമ ചൊല്ലാം, സവാബും ഇഖാബും ഒക്കെ അള്ളാഹു തആല പിന്നീട് നിശ്ചയിക്കും എന്നുള്ളതാണോ ഈ പറഞ്ഞ ഹദീസ്? ഇങ്ങനെയൊക്കെ നിങ്ങൾ ഈ വൈകാരികമായൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കേണ്ടത്, നിങ്ങളെ പല ആളുകളും ഇങ്ങനെ ആളുകളൊക്കെ ഇന്ന പണ്ഡിതന്മാരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചവരാണ്, കലിമ ചൊല്ലി മരിച്ചവരാണ്, അതിന് നൂറുകണക്കിന് ആളുകൾ സാക്ഷിയാണ് എന്നൊക്കെ പറയുമ്പോൾ, ബുർദ എന്ന് പറയുന്ന വെറുതെ പാടുന്ന പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, അതിന് ലഫ്ദ് തെറ്റിയപ്പോൾ അങ്ങനെയായിരുന്നു, അതിന്റെ മഖ്റജ് തെറ്റിയപ്പോൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ സെന്റിമെന്റ്സ് അടിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ മുസ്ലിയാക്കളും മുജാഹിദുകളെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞു വെച്ചിട്ടുള്ളത്? മുജാഹിദുകൾ കാഫിറാണ് എന്നും മുസ്ലിമാണെന്ന് ആരാ പറഞ്ഞത് എന്ന് വരെ പറഞ്ഞ ആളുകളില്ലേ? ഒറിജിനൽ മുശ്രിക്കാണ് എന്ന് വരെ പറഞ്ഞ ആളുകളില്ലേ? എന്നാൽ മുജാഹിദിന്റെ പണ്ഡിതന്മാരും ഈ രീതിയിൽ മരണപ്പെട്ട നിരവധി ആളുകളുണ്ട്. കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കുന്ന പരിപാടി മുജാഹിദുകൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുന്ന സ്വഭാവം മുജാഹിദുകൾക്കില്ല. എന്നാൽ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? കുഞ്ഞീദ് മദനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ അലി അബ്ദുൾ റസാഖ് മൗലവിയുമായി ബന്ധപ്പെട്ട് അവരൊക്കെ മരണം നാളെ നടക്കാൻ പോകുന്നു എന്നൊക്കെ നേരത്തെ കണ്ടതുപോലെ പറഞ്ഞ പല കാര്യങ്ങളും അതൊക്കെയില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണല്ലോ, മരണം വരെയും ചൊല്ലിക്കൊണ്ടേയിരിക്കുകയായിരുന്നല്ലോ. അതേപോലെ തന്നെ അലി അബ്ദുൾ റസാഖ് മൗലവി നാളെ എന്റെ മരണം നടക്കാൻ പോകുന്നു എന്നുള്ള സൂചന ലഭിച്ചതുപോലെയൊക്കെ സംസാരിച്ചിട്ടില്ലേ? അതൊക്കെ മക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയതല്ലേ? ഇതൊക്കെ വലിയ കറാമത്താണ് എന്ന രീതിയിൽ സമൂഹത്തിന്റെ മുന്നിൽ മുജാഹിദ് പണ്ഡിതന്മാർ പ്രചരിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് മുജാഹിദ് പണ്ഡിതന്മാരെ കാഫറാണ് എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാർ, മുജാഹിദുകളൊക്കെ ഒറിജിനൽ മുശ്രിക്കുകളാണെന്ന് പറയുന്ന സമസ്തയുടെ പണ്ഡിതന്മാർ അവർ ചെയ്യുന്നത് എന്താണ്? ഒന്ന് നിങ്ങൾ വിലയിരുത്തണം. പല മുസ്ലിയാക്കന്മാരും പറഞ്ഞിട്ടില്ലേ പലതും. ഈ രീതിയിൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ തിരിച്ച് ഞങ്ങൾക്കും ഇതേ രൂപത്തിൽ തന്നെ ചോദിക്കാൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി അടുത്ത പ്രഭാഷണത്തിലെങ്കിലും ഇതിന് മറുപടി പറയുന്നത് പ്രതീക്ഷിക്കുന്നു. പിന്നെ ബാലുശ്ശേരി, ഈ ലോകത്തുള്ള മുഖ്യധാര മുസ്ലിമീങ്ങളെ മുഴുവൻ ശിർക്കും കുഫറുമാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം എന്തായിരുന്നു? അത് ഞാൻ ഈ സമൂഹത്തെ ഒന്ന് കേൾപ്പിക്കട്ടെ. ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള പ്രബോധന മേഖലയിലുള്ള പണ്ഡിതന്മാർ ഒരിക്കലും സമസ്തക്കാർ മുശ്രിക്കാണ് എന്നോ കാഫറാണോ എന്ന് പറയാനല്ല, നിങ്ങളുടെ വിശ്വാസത്തിൽ കുഫർ കലർന്നിട്ടുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിൽ ഷിർക്ക് കലർന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. നിങ്ങളൊക്കെ യഥാർത്ഥ ദീനുൽ ഇസ്ലാമിൽ, യഥാർത്ഥ ഹക്കുൽ ഇസ്ലാമിൽ, നേരത്തെ ഖലീൽ ബുഖാരി പറഞ്ഞല്ലോ, ആ ഒരു രീതിയിലേക്ക് നിങ്ങളൊക്കെ വരണം എന്ന് പറയാനാണ് അവരൊക്കെ സംസാരിച്ചിട്ടുള്ളത്. അതല്ലാതെ ഇവരൊക്കെ കാഫറാണ് എന്ന് മുദ്രകുത്തി നിങ്ങളൊക്കെ പുറത്താക്കാൻ വേണ്ടിയല്ല. യഥാർത്ഥ ദീനിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം, അത് മനസ്സിലാക്കണം. അങ്ങനെ നിരവധി ആളുകൾ അത് മനസ്സിലാക്കി ഹക്ക് മനസ്സിലാക്കി വരുന്നുണ്ട്. അതല്ലാതെ ഇവരൊക്കെ മുശ്രിക്കാണ്, ഇവരൊക്കെ കാഫറാണ് എന്ന് പറയാൻ വേണ്ടിയല്ല. എന്നാൽ സമസ്തക്കാർ സമസ്തയുടെ തന്നെ പണ്ഡിതന്മാരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? സമസ്തയുടെ കൂറ്റനാട് മുസ്ലിയാരെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ആളുകൾ എഴുതി വെച്ച പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം. എന്താണ് ഇവിടെ പറയുന്നത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വൈരി കൂറ്റനാട് മുസ്ലിയാർ മുർത്തദും കാഫറുമായിട്ടുണ്ടെന്നും അന്നത്തെ സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല. വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സമസ്തയുടെ പണ്ഡിതന്മാർ തന്നെ ആരെക്കുറിച്ചാണ്, കൂറ്റനാട് മുസ്ലിയാർ ആരാണ് എന്ന് നമുക്കറിയാം. ഈ പറയുന്ന സെക്രട്ടറി, സമസ്ത സെക്രട്ടറി ആരാണ് എന്ന് നമുക്കറിയാം. എന്താണ് ഇവിടെ പറയുന്നത്? കൂറ്റനാട് മുസ്ലിയാർ മുർത്തദും കാഫറുമായിട്ടുണ്ട് എന്ന് ആരാണ്? സമസ്തയുടെ സെക്രട്ടറിയാണ് ഫത്വ പുറപ്പെടുവിച്ചത്. ഇതൊന്നും ആരും മറന്നിട്ടില്ല എന്നാണല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വ എന്നൊക്കെ നിങ്ങൾ പറയുന്ന സിറാജിൽ വന്നിട്ടുള്ളത്. അതൊക്കെ ഒന്ന് സുഹരി ഉസ്താദ് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഇതുകൊണ്ട് തീർന്നോ? ഇല്ല. അടുത്തത് ഷംസുൽ ഉലമയെ കുറിച്ച് പറഞ്ഞത് അത് CM മക്കാമിന്റെ ടീം തന്നെ ഒരു പത്രക്കുറിപ്പായി കൊടുത്തല്ലോ. അതിലൂടെ നമുക്ക് എന്താണ് ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞത് എന്നൊക്കെ ഒന്ന് കേൾക്കാം. ഇതാണ് ലേഖനം. എന്താണ്? വലിയുല്ലാഹി മക്കാം ഷെരീഫ് കമ്മിറ്റി മടവൂർ ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നും ഉള്ളാൾ ഉറൂസിൽ വെച്ച് കുഞ്ഞിക്കോയ തങ്ങൾ പ്രസ്താവിച്ചത് അങ്ങേയറ്റം വേദനാജനകവും മുസ്ലിം കേരളത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന സംഭവമാണെന്ന് മടവൂർ CM വലിയുല്ലാഹി മക്കാം ഷെരീഫ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. എന്തു പറയാനുണ്ട് സുഹരി മുസ്ലിയാരെ നിങ്ങൾക്ക്? ഈ വിഷയത്തിൽ എന്ത് പറയാനുണ്ട്? ഈ വിഷയത്തിൽ CM വലിയുല്ലാഹിയുടെ പേര് വലിച്ചേക്കാൻ ശ്രമിച്ചത് ഷംസുൽ ഉലമയും CM വലിയുല്ലാഹിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്. മഹാന്മാരായ ഔലിയാക്കളെയും പണ്ഡിതന്മാരെയും സമൂഹ മധ്യത്തിൽ താറടിച്ച് സ്വയം വലുതാവാനുള്ള അഹന്ത കൊണ്ടുള്ള ഇത്തരം പ്രസ്താവനകൾ ഗുരുതരമായ ഭവിഷ്യത്തിന് കാരണമായി തീരുമെന്ന് പ്രമേയം ഓർമ്മപ്പെടുത്തി. CM മക്കാമിന്റെ ടീമിന്റെ പ്രമേയമാണ്. നിങ്ങളുടെ ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ എന്നറിയപ്പെടും. നിങ്ങൾ ഇപ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ഇസ്തിഹാസ നടത്തുന്ന ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്താണ് ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞത്? ഈ ചില കാപ്പറാക്കി ഉസ്താദ് കാപ്പറാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ല കുഴപ്പം ഇല്ലേ? നിങ്ങളൊന്നും കേട്ടില്ലേ? എന്നിട്ട് ഉള്ള ആൾക്കാരെന്നെ നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഒന്നും കുഞ്ഞില്ല. ഞാൻ
നമ്മളെ ശിഷ്യന്മാർ തന്നെ എന്താങ്ങൾ അങ്ങനെ അങ്ങനെ എന്നൊക്കെ കത്തെഴുതി നോക്കി ഓരൊക്കെ പോയി ഒടുവിലൊന്ന് പൊരുത്തം പിടിക്കാൻ വേണ്ടി ഈ ഞാൻ കാഫറാക്കിയാണ്. ഞാൻ പറഞ്ഞതെന്ന ഈ മടവൂരുണ്ട് അവര് പറഞ്ഞതാ. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയതിനെ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പോ അങ്ങനെ ആളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോടെല്ലാം പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് പാൽ തോന്നിച്ചെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാണ്. സലാം ചൊല്ലി സലാം മടക്കി സലാം മടക്കിയതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിന്റെ മേൽ അടി ഉറച്ചു പോകണം. അപ്പറം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറക്ക് പല അർത്ഥമുണ്ട്. കഫറക്ക് പല അർത്ഥമുണ്ട്. അത് ഞാൻ ബാക്കിൽ തീർത്തുതരാം. നിങ്ങളെ കഫറക്ക് പല അർത്ഥമുള്ളത്. ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ എന്താ പറഞ്ഞത്? ഇപ്പോ ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഔലിയ. ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ താജുലുലമയാണല്ലോ. എന്നാൽ ഷംസുലുലമയാണല്ലോ കാഫറാക്കിയത്. ആര് കാഫറാക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്? ലോകം തന്നെ നിയന്ത്രിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന അന മുദബ്ബിറുല്ലാലം അന കുത്തുബുല്ലാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന CM മടവൂര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ എന്ത് പറഞ്ഞത്? ഷംസുലുലമയ കാഫറാണ് എന്ന്. കാഫറക്ക് പല അർത്ഥമൊന്നുമില്ല. ഈ പറയുന്ന വിഷയത്തിൽ കഫറക്ക് പല അർത്ഥവുമില്ല. അത് ആര് പറഞ്ഞിട്ടുണ്ട്? നാട്ടികവി മൂസ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. അതിന് നാട്ടികവി മൂസ മുസ്ലിയാരെ ഇതേ പ്രഭാഷണത്തിൽ ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ എന്താ പറഞ്ഞത് എന്നൊക്കെ മാലോകർ കേട്ടതാണ്. അൻതാലൽ ഹക്ക്, ഹക്കിന്റെ മേൽ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്ന കഫറക്ക് എന്താണ് അർത്ഥം പൊന്നു തങ്ങളെ എന്ന് ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ നാട്ടികവി മൂസ മുസ്ലിയാർ പറഞ്ഞിട്ടില്ലേ? ആ നാട്ടികവി മൂസ മുസ്ലിയാരെ കുറിച്ച് ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ എന്താ പറഞ്ഞതെന്ന് ഞാൻ ശേഷം കാണിച്ചു തരാം. ഈ രീതിയിൽ കാഫറാക്കലും മുശ്രിക്കാക്കലും ഒക്കെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാരാണ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുജാഹിദ് ബാലുശ്ശേരിയല്ല, മുജാഹിദിന്റെ പണ്ഡിതന്മാരല്ല, മുജാഹിദിന്റെ പ്രബോധകന്മാരല്ല. ഇനി നിങ്ങൾ മുജാഹിദുകളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? നിങ്ങൾ മുജാഹിദുകളെ കുറിച്ച് പറഞ്ഞത് ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞ CM മടവൂരുണ്ടല്ലോ, അതേ CM മടവൂര് തന്നെ പേരോടിന്റെ ഉപ്പാക്ക് സുഖമില്ലാതെ നിന്നപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയ ആ ഡോക്ടറുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത് എന്ന് ഒരു മുസ്ലിയാരുടെ തൊള്ളയിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ടോ. പേരോട് ഉസ്താദ് ഉപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് മഹാനായ ശൈഖുന ഖുതുബുൽ ആലമിന്റെ അടുക്കൽ വന്നപ്പോ കാഫിർ ചികിത്സിക്കണ്ടെന്നാണ് മറുപടി പറഞ്ഞത്. ഒരു മുസ്ലിമിന്റെ പേര്, ഡോക്ടറുടെ പേര് പറഞ്ഞപ്പോൾ ശൈഖുന പറയുകയാണ് അവൻ വഹാബിയാണ്, അവൻ മൂമിനല്ല കാഫിറാണ്. ഇയാളുടെ നാവിന്റെ പ്രസ്താവനയാണ്. ആരുടെ? നിങ്ങളുടെ ഔലിയാക്കളുടെ നാവിന്റെ പ്രസ്താവനയാണ്. ലോകം തന്നെ നിയന്ത്രിക്കുന്ന CM മടവൂരിന്റെ പ്രസ്താവനയാണ്. എന്ത്? വഹാബി, അവൻ കാഫിറാണ് എന്ന്. നിങ്ങൾ മുസ്ലിയാക്കന്മാർ ഇതുപോലെ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ലേഖനം കൂടി നമുക്ക് വായിക്കാം. സുന്നി വേദി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ശരിക്കും ശ്രദ്ധിച്ചോ സുഹരി ഉസ്താദെ. വഹാബികളും മൗദൂദികളും കാദിയാന്മാരും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫറുകളെക്കാൾ കടുത്ത കാഫറുകളല്ലേ എന്ന് മുസ്ലിങ്ങൾ ചിന്തിച്ചു നോക്കുക. സുഹരി ഉസ്താദെ, ഒന്ന് ചിന്തിച്ചു നോക്കണമെന്നാ പറയുന്നത് നിങ്ങളോടക്കമുള്ള ആളുകൾ. നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയുടെയും മുജാഹിദ് പണ്ഡിതന്മാരുടെയൊക്കെ നേർക്കുനേർ വരുമ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ തട്ടകത്തിലുള്ള പുരോഹിത വർഗം ഈ സമൂഹത്തിന്റെ മുന്നിൽ എന്തൊക്കെ ഓക്കാനിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഛർദിച്ചിട്ടുണ്ട്, എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പരിശോധിക്കണം. അതിനുശേഷം വേണം മുജാഹിദുകളെ മെക്കിട്ട് കയറാൻ. ഇതിനേക്കാളും ഗുരുതരമായ പലതും നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടില്ലേ, പലതും എഴുതി വെച്ചിട്ടില്ലേ? ഓരോന്നോരോ നിങ്ങൾ ചോദിച്ചോ, നമ്മൾ കൊണ്ടൊന്ന് കാണിച്ചു തരാം. ഇനി മറ്റൊരു മുസ്ലിയാരും നമുക്ക് കേൾക്കാം. മുജാഹിദുകൾ മുസ്ലിങ്ങളാണെന്ന് ആരാ പറഞ്ഞത് എന്നാണ് ഒരു തലയ്ക്കെട്ടിട്ട പുരോഹിതൻ പറയുന്നത്. ഒന്ന് കേട്ടു. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട തന്നെയാണ്, മനസ്സിലായല്ലോ. നിങ്ങൾ AP കുബൂരികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചരക്ക് പറയുന്നത് നിങ്ങൾ കേട്ടോ. ഇപ്പൊ സാധാരണക്കാരെ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്? വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളല്ലേ എന്ന്. ആരാ പറഞ്ഞത് അവർ മുസ്ലിങ്ങളാണെന്ന്? ഇവര് പറയുന്നത് ഇസ്ലാമുമായിട്ട് 0.5% പോലും, 100ൽ 0.5% പോലും, 1% പോലും
ബന്ധമില്ലാത്തതാണ്. ഇവര് പുതിയ മതമാണ് സുഹൃത്തുക്കളെ, ഇവര് പുതിയ മതമാണ്. ഇസ്ലാമുമായിട്ട് അള്ളാഹുവിന്റെ ദീനുമായിട്ട് ഇവർക്കൊരു ബന്ധവുമില്ല. അള്ളാഹുവിന്റെ ദീനുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളാണ് മുജാഹിദുകൾ എന്നാണ് ഈ തലയ്ക്കിട്ടിട്ട മൊല്ലാക്ക പറഞ്ഞത്. എന്ത് പറയാനുണ്ട് സുഹരി ഉസ്താദെ? നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? ഈ സെലഫികൾ എന്ന് പറയുന്ന കേരളത്തിന്റെ ഇട്ടാവട്ടത്തിലുള്ളതല്ലോ സമസ്തയെ പോലെ, ലോകത്തെമ്പാടുമുള്ളതാണ്. ഹറമിന്റെ ഒക്കെ ഇമാമായ ഷെയ്ഖ് സുദൈസ് ആരാണ്? സെലഫിയാണല്ലോ. അതുപോലെ എത്രയെത്ര പണ്ഡിതന്മാർ, അവരൊക്കെ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത മുസ്ലിങ്ങളല്ല എന്നാ പറയുന്നത്. ഇവരൊക്കെ മുസ്ലിങ്ങൾ ആരാ പറഞ്ഞത് എന്നാ ചോദിക്കുന്നത്. എന്തു പറയാനുണ്ട്? മുജാഹിദുകളുടെ മെക്കിട്ട് കയറുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. നിങ്ങളത് കേട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിൽ പറഞ്ഞത്. ഇതുകൊണ്ട് തീരുമോ? ഇനിയും നിരവധി ക്ലിപ്പുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. വേണ്ടി വന്നാൽ അതൊക്കെ നമ്മൾ കൊണ്ടുവരാം. ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങളുടെ വിശ്വാസത്തിന്, ഞങ്ങളുടെ ആദർശത്തിന് കൂടുതൽ തിളക്കം കൂടുന്നത്. അതുകൊണ്ട് ബാലുശ്ശേരി ഇനി തുടരണം. ബാലുശ്ശേരിയുടെ ഈ ഭാഷയാണ് സത്യത്തിൽ ബാലുശ്ശേരി ഉൾക്കൊള്ളുന്ന ആദർശം ശരിയല്ല എന്ന് 100% ബോധ്യപ്പെടുന്നത്. കാരണം നിങ്ങൾ ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദ് മരിച്ച് മരണത്തോട് മല്ലടിച്ച് കിടന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ വാചകം എന്താണ്? അതും കൂടി ഇവിടെ കേൾപ്പിക്കാം. കുയ്യിലേക്ക് കാലം നീട്ടി ഒരൊറ്റ കൊടുത്താൽ നാളെ മരിച്ച് കുയ്യിൽ വേണ്ട മനുഷ്യനാണ്. എന്നിട്ടും നുണയും പറഞ്ഞ് ഒരു ഉളുപ്പില്ലാതെ ഇരുന്നിട്ട് മരിച്ചിട്ട് ജീവിച്ചതാണ്. മലക്കുൽമൗത്ത് വന്നങ്ങ് തിരിച്ചു പോയിട്ട് നന്നായി ഇസ്രായേൽ വന്ന് തിരിച്ചു പോയപ്പം ഓട്ടോറിക്ഷ പിടിച്ചു കൊടുത്തത് ഇയാളാണ്. ബാലുശ്ശേരിയാണ് ഓട്ടോറിക്ഷ പിടിച്ചു കൊടുത്തത്. ഇങ്ങനെയൊക്കെ ഒരു ശത്രുവിനോട് പോലും ഇത്തരത്തിലൊരു വാക്ക് പ്രയോഗം നടത്താൻ പാടില്ലെങ്കിൽ ഒരു മുഅ്മിനായ ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു പണ്ഡിതൻ, ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള പ്രഭാതത്തിൽ ബുഖാരി ദറസ് ആയിരക്കണക്കിന് കുട്ടികളെ മുമ്പിൽ ഇരുത്തി സഹീൽ ബുഖാരി ദറസ് എടുത്തു കൊടുക്കുന്ന ഒരു പണ്ഡിതനെ കുറിച്ച് ഇത്രയും തോന്നിവാസം, അദ്ദേഹം രോഗശൈലിയിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ച ഒരു മനുഷ്യനെ കുറിച്ച് ഇത്രയും തോന്നിവാസം പറയാൻ, ഇത്രയും കരുണയില്ലാത്ത വർത്താനങ്ങൾ പറയാൻ ഒരുത്തിനെ കൊണ്ട് കഴിയുന്നെങ്കിൽ 100% അവൻ കൊണ്ടു നടക്കുന്നത് അള്ളാഹുവിന്റെ ദീനല്ല, മറ്റെന്തോ സംഗതിയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതിന് അദ്ദേഹം പറയുന്നതൊക്കെ ദീനല്ല എന്നൊക്കെ പറയുമ്പോൾ കാന്തപുരത്തിന്റെ ശിഷ്യൻ തന്നെ എന്താ കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞത്? ഓരോന്നായി ഞങ്ങൾ കാണിച്ചു തരണോ? സാമ്പിൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇനി ഉസ്താദ് ചോദിക്കുകയാണ്, നിരവധി ഞാൻ കാണിച്ചു തരും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര് നിങ്ങളെ വലിയ ആയിരക്കണക്കിന് എന്താണ് ശിഷ്യഗണങ്ങളുള്ള ബുഖാരി കിതാബൊക്കെ ഓതിക്കൊടുക്കുന്ന ആളാണല്ലോ. അയാളെ കുറിച്ചാണ് പറയുന്നത്. സ്വന്തം ശിഷ്യൻ എന്താ പറഞ്ഞത്? ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും. ഉസ്താദ് സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ച കളവായിരിക്കും എന്ന് വിശദീകരിച്ചത്. ഉസ്താദിന്റെ സ്വഭാവം അങ്ങനെയാ. വല്ലാഹി പറഞ്ഞാൽ ശേഷം വരാൻ പോകുന്നത് കളവാണെന്ന് ഉറപ്പാ. സുമ്മ വല്ലാഹി വന്നാൽ പച്ചക്കള്ളമാണ്. അതുകൊണ്ട് നിങ്ങൾ അപ്പോഴാണ് നമുക്ക് സമാധാനമായത്. അതല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടില്ലേ? സമയത്ത് ഇത് പണയപ്പെടുത്തി എന്ന് എന്നോട് പറഞ്ഞത് ഒന്ന് AP അബൂബക്കർ. പലതുമുണ്ട്, ഇതുപോലെ പലതുമുണ്ട്. AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന നിങ്ങളുടെ വലിയ ഹോജരാജാവിനെ കുറിച്ച് സമൂഹത്തിന് മുന്നിൽ പറഞ്ഞു വെച്ച ജിഷാൻ മാഹിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാരൊക്കെ പറഞ്ഞു വെച്ച പലതുമുണ്ട്. മനസ്സിലായല്ലോ? നൗഷാദ് ഹസനിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചത്, അങ്ങനെ പല ആളുകളും പലതും പറഞ്ഞു വെച്ചതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അതൊക്കെ ഉസ്താദ് ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് എന്താണ്? മരണത്തോട് മല്ലിട്ട ഉസ്താദിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നല്ല. മരിച്ച ആളെ നിങ്ങൾ വിട്ടിട്ടുണ്ടോ? നേരത്തെ ഞാൻ കാണിച്ച ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളുടെ പ്രഭാഷണം ഉണ്ടല്ലോ, അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, നാട്ടികവി മൂസ മുസ്ലിയാരെ കുറിച്ച്. ഒരു നാട്ടിക മൂസ എന്ന് പറഞ്ഞു വല്ലാതെ മംഗലാപുരത്ത് വന്ന് പറഞ്ഞു. ഓന് മരിച്ചു നോക്കുമ്പോ ഓന്റെ വലിയ ശിഷ്യനുണ്ടായി പോയി ഓന്റെ നാവില്ല. കാരണം ഇവന്റെ നാവേ ഇല്ല. മരിക്കുമ്പോൾ അവന്റെ നാവ് ചുരുണ്ടുപോയിരിക്കുന്നു. ഇത് പറയാൻ വേണ്ടി പറ്റുമോ ഉസ്താദെ? ഈ രീതിയിൽ സംസാരിക്കാൻ വേണ്ടി പറ്റുമോ? ഇതാണോ യഥാർത്ഥ ദീനുൽ ഇസ്ലാം? ഇതാണോ യഥാർത്ഥ ഹക്കുൽ ഇസ്ലാം? മഹാനായ നമ്മുടെ നേതാവ് എന്താണോ പഠിപ്പിച്ചത് അതാണല്ലോ അവർ വിശ്വസിച്ചത്. ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു ആചാരത്തിൽ, ആ ഒരു ജീവിത രീതിയിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളുണ്ടോ ഉസ്താദെ? അപ്പോൾ സമസ്ത എന്ന് പറയുന്നത് പിഴച്ച കക്ഷികൾ തന്നെയാണ്. നിങ്ങളുടെ ഔലിയാക്കളിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത്. നിങ്ങളുടെ വലിയ നേതാക്കന്മാരിലാണ് നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത്. നിങ്ങളുടെ പണ്ഡിതന്മാരുടെ ലേഖനങ്ങളിൽ നിന്നാണ് നമ്മൾ കേൾക്കുന്നത്. അതല്ലാതെ നിങ്ങൾ നാടന്മാരെന്ന് പറയുന്ന സാധാരണക്കാരുടെ വായിൽ നിന്ന് വീണ കാര്യങ്ങളൊന്നുമല്ല. ഇങ്ങനെയുള്ള പല ആളുകളും സമൂഹത്തിന്റെ മുന്നിൽ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞപ്പോൾ ഇത്രയും നിങ്ങൾക്ക് വൈകാരികമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു തലയ്ക്കെട്ട് കെട്ടിയ മൊല്ലാക്ക കർണാടകയുടെ മണ്ണിൽ വെച്ച് മുജാഹിദുകൾക്ക് നേരെ പറഞ്ഞ കാര്യങ്ങൾ. അയൽവാസി സലഫി ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട വെള്ളം അവന്റെ വെള്ളം വാങ്ങാൻ വേണ്ട, അവന്റെ പരിപാടിക്ക് പോകണ്ട. അയൽവാസിയായ സലഫി മരിച്ചാൽ അവന്റെ പൊരക്ക് പോകണ്ട, അവന്റെ മയ്യത്ത് സംസ്കരണത്തിൽ കൂടണ്ട.
വെള്ളം ചോദിച്ചാൽ കൊടുക്കണ്ട. അതേസമയം അയൽവക്കക്കാരനായ ഒരു ഹൈന്ദവ സുഹൃത്ത് വെള്ളം കേട്ടാൽ കൊടുക്കണം, ഭക്ഷണം കേട്ടാൽ കൊടുക്കണം. നിങ്ങൾ താജുശ്ശേരി ആലിക്കുഞ്ഞ് ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടില്ലേ? നിന്റെ വീട്ടിന്റെ അടുത്തൊരു BJP-ക്കാരന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞ് കരയുന്നത് കേട്ടാൽ നീ രാത്രി പോകണം, അവിടെ ചോദിക്കണം എന്റെ കുട്ടി കരയുന്നെന്ന്. വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കണം, കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി കൊടുക്കണം. അതേസമയം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായവന്റെ വീട്ടിലേക്ക് നീ കടക്കാൻ പാടില്ല. കാരണം നീ പോയാൽ നീയും അവന്റെ കൂട്ടത്തിൽ പെട്ടുപോകും. അവർ മരിച്ചാൽ കാണുക പോലും ചെയ്യരുത്, രോഗികളായാൽ സന്ദർശിക്കരുത്. നമ്മൾ മരിച്ചാൽ വീട്ടിലേക്ക് വന്നാൽ പോട പുറത്ത് വരും, മെല്ലെ കപ്പന മാതിരി പൂച്ച സന്യാസിയായിട്ട് വരും. നമ്മളെ പരിക്ക് നമ്മളെ പോലെ ആരെങ്കിലും മരിച്ചാൽ മെല്ലെ വരും. എന്തിനാടാ നീ ഇവിടെ വരുന്നത്? പുറത്ത്, ഗെറ്റ് ഔട്ട് എന്ന് പറയണം സഹോദര. അതിന്റെ ധൈര്യം കാണിക്കണം നമ്മൾ. അങ്ങനെ ധൈര്യം കാണിച്ചാൽ ഇവിടെയുള്ള സലഫികൾ അടങ്ങി മൂലക്കിരിക്കും. അവന്റെ ചങ്ങായി പാടാക്കിയിട്ട്, അവനെ കച്ചവടത്തിന് പാർട്ട്ണർഷിപ്പ് ആക്കിയിട്ട്, അവന്റെ കൂടെ കല്യാണ മാരേജ് ഹാളിൽ പാർട്ട്ണറായിട്ട് സുന്നികളെ കബളിപ്പിക്കാൻ കുറെ ബിസിനസ് ചെയ്യുന്ന ആളുണ്ട്. ഉസ്താദ് അങ്ങനെ നോക്കിയ കാവുട, ബിസിനസ് അല്ലേ? ബിസിനസ് ഹലാലാകണ്ടേ? ഹലാലായ സമ്പത്ത് കിട്ടണ്ടേ? ആഖിബത്ത് നന്നായിട്ട് മരിക്കണ്ടേ? ബിസിനസ് ആയാലും കച്ചവടമായാലും എന്ത് വിഷയങ്ങളായാലും ഒരിക്കലും തബ്ലീഗുകാരോ ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് തീവ്രവാദികളോ ഒരിക്കലും നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. ഡേഞ്ചർ വിഭാഗമാണ് അവർ. അവരെ നായി തൊട്ട കലം പോലെ മൂലയിൽ കൊണ്ടുപോയി വെക്കണം. അവരൊരു വഴിയിൽ വന്നാൽ നമ്മൾ വഴിവിട്ട് സഞ്ചരിക്കണം. ആ വഴിയിലൂടെ ഞങ്ങൾ നീങ്ങാൻ പാടില്ല. അവനൊരു സലഫി ബസ്സിൽ കയറിയാൽ ആ ബസ്സിൽ നമ്മൾ കയറാൻ പാടില്ല. അത്രയും ഡേഞ്ചർ ഉണ്ട് സഹോദര. അവന്റെ കാറ്റടിച്ചിട്ടാണ് അവന്റെ പള്ളിയിൽ നമ്മൾ പോകാനും പാടില്ല. ശംസുൽ ഉലമ പണ്ട് പറഞ്ഞിട്ടുണ്ട്, സമസ്ത 60ാം വാർഷിക മഹാസമ്മേളനത്തിൽ മഹാനായ ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പള്ളി ബിൽഡിംഗ് ആണ്. കേട്ടില്ലേ സുഹരി ഉസ്താദെ? ഇതൊക്കെ ആര് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടായി തലയിൽ കെട്ടാരം വിളിച്ചു പറഞ്ഞത്? ഇവർ നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇവിടെ പള്ളി ബിൽഡിംഗ് ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു മുസ്ലിയാർ പറഞ്ഞിട്ട് മുജാഹിദ് പള്ളി കക്കൂസാണ് എന്ന്. നമ്മൾ അവരുമായി ചങ്ങാത്തം കൂടാൻ പോകരുത്. അവരുടേതും പള്ളിയാണെന്ന് മനസ്സിലാക്കി അവിടെ കയറി നിസ്കരിക്കാൻ പോകരുത്. പിശാചിന്റെ കേന്ദ്രമാണ്. എന്ന് കക്കൂസിലേക്ക് കടക്കുമ്പോൾ ദിക്ർ ചെല്ലാൻ റസൂൽ എന്തിനു പറഞ്ഞു? അവിടെ പിശാചുക്കളുടെ ഇടപെടലുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഷെറുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്ന് ആ കക്കൂസിനേറ്റാലും അപകടമാണ് മുജാഹിദിന്റെ പള്ളി എന്ന് പറയുന്ന കൂടാരങ്ങൾ. അവിടെ കാണാത്ത പിശാച്ചാണ് കക്കൂസ് ഉണ്ടെങ്കിൽ, ഇത് കാണുന്ന പിശാച്ചുകളാണ്. സുന്നി പള്ളിയിലേക്ക് കടക്കുമ്പം അള്ളാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും ചോദിച്ചാണ് കടക്കുന്നതെങ്കിൽ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, കക്കൂസ് അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പിശാചിനെ തൊട്ട് കാവലിനെ തേടണം. മുജാഹിദ് നമ്മൾ പള്ളിന്ന് പേര് പറയാന്നല്ലാതെ ചർച്ചുകൾ അതിനും പള്ളി എന്നല്ല പറയണത്. ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ ഒരാൾ പോയി ഇരുന്നാൽ ഈത്തികാഫിന്റെ കൂലിട്ടു. അതിനേക്കാൾ അപകടമാണിത്. അവിടെ കയറാൻ പാടില്ല. വല്ല ഘട്ടത്തിലും ആർക്കെങ്കിലും പാസ് ചെയ്ത് പോകേണ്ടി വന്നാൽ പോലും അവിടെയും ചെല്ലേണ്ട ദിക്റാണ് അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. ഈ നീർക്കോലി പോലത്തെ മുസ്ലിയാർ പറഞ്ഞതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉസ്താദെ? ഇതൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട തലയ്ക്കെട്ട് കെട്ടിയ മൊല്ലാഖമാരുടെ വായിൽ നിന്നാണ് വന്നത്. നിങ്ങളുടെ നേതാക്കന്മാർ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്തു പറയാനുണ്ട് ഉസ്താദെ നിങ്ങൾക്ക്? മുജാഹിദ് ബാലുശ്ശേരിയുടെയും മുജാഹിദ് പണ്ഡിതന്മാരുടെയും പ്രബോധകന്മാരുടെയും ഒക്കെ മെക്കിട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ തട്ടകത്തിലുള്ള പുരോഹിതന്മാർ സ്റ്റേജായ സ്റ്റേജിലും പേജായ പേജിലും എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം പോരെ മുജാഹിദിന്റെ മെക്കിട്ട് കയറാൻ? നിങ്ങൾ ബാലൻസ് ഒപ്പിക്കാൻ പറഞ്ഞതാണ് എന്നൊക്കെ ഞങ്ങൾക്കറിയാം, എന്നാലും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ബാലുശ്ശേരി അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഒരു കെലിമ ചൊല്ലാൻ ഒരു മുഅ്മിനായ മനുഷ്യനെ സാധിക്കൂ. അങ്ങനെ കെലിമ ചൊല്ലിയത് കേവലം ചേലക്കുളം അബുൽ ബുശ്റ മൗലവി പോലുള്ള സ്വാത്വികരായ പണ്ഡിതർ മാത്രമല്ല, നമ്മുടെയൊക്കെ നാട്ടും പ്രദേശങ്ങളിലുള്ള മൗലിദും റാത്തീബും കുത്തുബിയത്തിനും ഒക്കെ പങ്കെടുത്ത അനേകായിരം മനുഷ്യർ മരണപ്പെടുമ്പോൾ അതിന് സാക്ഷി നിന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടമുണ്ട്. അവരോടൊക്കെ ചോദിക്കുക, കെലിമ ഉറക്കെ കേൾക്കുന്ന രൂപത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലി മരിച്ച സ്വാത്വികരായ പാവങ്ങളായ പണ്ഡിതന്മാരില്ലാത്ത പാമരന്മാരായ എത്രയോ മനുഷ്യർ മരണപ്പെട്ടു പോയി. അവർ മൗലിദിന് പങ്കെടുത്തവരാണ്, റാത്തീബിന് പങ്കെടുത്തവരാണ്, അവർ കുത്തുബിയത്തിന് പങ്കെടുത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ പറയണം, ഇതിന് ഈ കെലിമത്തു ഷഹാദ മുസ്ലിമിനും മുശ്രിക്കിനും മുവഹിദിനും ഒക്കെ ചെല്ലാൻ കഴിയും. അത് അല്ലാഹു തആലയാണ് പിന്നീട് അത് നോക്കി പ്രതിഫലം കൊടുക്കുന്നത് നിങ്ങൾ പറയണം. ആ ഹദീസിന്റെ വ്യാഖ്യാനം നിങ്ങൾ പറയണം. അതെൻ്റെ ഒരു സംശയമാണ്. ആ സംശയം ഇവിടെ നിലനിർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഞാൻ നേരത്തെ ചില പണ്ഡിതന്മാരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിരവധി ആളുകളുണ്ട്. കേരളത്തിലെ മാത്രമല്ലല്ലോ, ലോകാടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് സലഫി പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ ഈ രീതിയിൽ കലിമ ചൊല്ലിയൊക്കെ മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ പുരോഹിതന്മാരെ കണക്കെ ഞങ്ങൾ അതൊക്കെ വലിയ കറാമത്തായിക്കൊണ്ടൊന്നും പ്രചരിപ്പിക്കാറില്ല.
നമുക്ക് ആത്മീയ ചൂഷണം നടത്തേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. ഉദരപൂരണം നടത്താൻ വേണ്ടി പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന കുബൂരി പുരോഹിതന്മാരുടെ ആ സ്വഭാവം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് അത് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞിങ്ങനെ നടക്കാറൊന്നും ഇല്ല എന്നുള്ളതാണ്. അത് വെച്ച് മുജാഹിദുകളൊക്കെ പിഴച്ചവരാണ്, ഞങ്ങളൊക്കെ വലിയ സംഭവമാണ് എന്നൊക്കെ പാവപ്പെട്ടവനെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി പുരോഹിതന്മാർ പലതും പറയാറുണ്ട്. ഇന്ന ആളുകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്ന്. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഷംസുലുലമയെ കുറിച്ച്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നാട്ടികവി മൂസ മുസ്ലിയാരെ കുറിച്ച്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കൂറ്റനാട് മുസ്ലിയാരെ കുറിച്ച്, അതുപോലെ പല ആളുകളെ കുറിച്ചും, ഉള്ളളം കുഞ്ഞിക്കോയ തങ്ങൾ ഇവർ വിട്ടിട്ടുണ്ടോ EK സമസ്തക്കാർ? അതുപോലെ പല ആളുകളെ കുറിച്ചും നിങ്ങളുടെ ആളുകൾ ഈ രീതിയിൽ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരൊക്കെ കലിമ ചൊല്ലി മരിച്ചവരാണ് എന്ന് തന്നെയാണല്ലോ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചവരാണ് എന്ന് തന്നെയാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇവരൊക്കെ കാഫിറാണ് എന്നാ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇവരൊക്കെ പിഴച്ചവരാണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇവരൊക്കെ മുർത്തദ്ദുകളാണ് എന്നാ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇവരൊക്കെ കാഫിറുകളാണ് എന്നാ പറഞ്ഞിട്ട് വെച്ചിട്ടുള്ളത്. ഇവരൊക്കെ പിഴച്ചവരാണ് എന്നാ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു എന്ന് പറയുന്ന ആ ഒരു പ്രഭാഷണത്തിന്റെ ഭാഗം, അതിന്റെ പൂർണ്ണരൂപം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അതൊക്കെ ഒന്ന് പൂർണ്ണമായി കേൾക്കൂ. അതിൽ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ ഓരോ കാര്യങ്ങളും, അതിന്റെ തെളിവ് നിങ്ങൾക്ക് വേണോ? തെളിവ് ചോദിച്ചാൽ ഞങ്ങൾ ഹാജരാക്കാൻ തയ്യാറാണ്. അതിൽ പറഞ്ഞ സമസ്തക്കാരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പകര ബാപ്പുട്ടി മുസ്ലിയാരുടെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നൗഷാദ് ഹസനിയുടെ ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ തെളിവ് ചോദിച്ചോ, ഞങ്ങൾ കാണിച്ചു തരാൻ തയ്യാറാണ്. മനസ്സിലായല്ലോ? വെറുതെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതല്ല, തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. നിങ്ങളുടെ പല വിശ്വാസങ്ങളിലും നിങ്ങളുടെ പല ആചാരങ്ങളിലും ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളുണ്ട്, അതിരുകവിഞ്ഞ വാദങ്ങളുണ്ട്, മക്കയിലെ മുശ്രിക്കുകൾ പോലും വിശ്വസിക്കാത്ത വിശ്വാസങ്ങൾ നിങ്ങൾക്കുണ്ട്. മനസ്സിലായല്ലോ? അതിന് ചില തെളിവുകൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഉസ്താദെ, എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ സ്വന്തം തട്ടകത്തിലെ പുരോഹിതന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം വരിക എന്ന് സ്നേഹബുദ്ധിയ ഉണർത്തുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.